വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ തന്നെ അവരും അനുഗ്രഹം പ്രാപിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരാളെ ഫോണിൽ വിളിച്ച് പറയുക, ടി വി ഓണാക്കാൻ, ഈ ചാനൽ ട്യൂൺ ചെയ്യാൻ പറയുക. അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. പലർക്കും SMS അയയ്ക്കുക, ഇമെയിൽ അയയ്ക്കുക, വാട്സപ്പ് മെസ്സേജുകൾ അയയ്ക്കുക. അവർ കൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി അവരെ അനുഗ്രഹിച്ച് അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഇന്നത്തെ സ്പോൺസേഴ്സ് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് കാനഡയിൽ നിന്നുള്ള വരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മേൽ ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അതുകൂടാതെ നന്നായി തനിക്ക് പഠിക്കുവാനും വളരെ നല്ല ഒരു ഹെൽപ്ഫുൾ പേഴ്സണാലിറ്റിയായി മാറാനും അങ്ങ് സഹായിക്കണമേ. മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവർ യേശുവിനെ അറിയാൻ എല്ലാ അനുഗ്രഹങ്ങളാലും നിറയപ്പെടാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുബായിൽ നിന്നുള്ള ഫിലിപ്പ് ജോണിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന 19-ാം തീയതി 27ാമത്തെ വെഡിങ് ആനിവേഴ്സറി താൻ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല കർത്താവേ. താങ്ക് യു ജീസസ്. ഹാപ്പി ആനിവേഴ്സറി. ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ആരോഗ്യമുള്ള, അതുപോലെ വളരെ ആത്മീയം നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. മൂത്തമകൻ ജസ്സുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി ലഭിക്കുവാനും നല്ലൊരു ഭാവി ഉണ്ടാകാനും അങ്ങ് സഹായിക്കണമേ. ജസ്റ്റിന് വേണ്ടിയും ജസ്ലിന് വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിൽ വലിയ പുരോഗതി ഉണ്ടാകാൻ, നല്ലൊരു ഭാവി ഉണ്ടാകാനും അങ്ങ് സഹായിക്കണമേ. തിരുവനന്തപുരത്തുള്ള വാസന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 25 വർഷമായുള്ള ഡയബറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലതുകാലിലെ ആ പാദം മുറിച്ചു മാറ്റിയ ആ മുറിവ് യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ക്രിയാറ്റിൻ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകാനായി പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് സകല രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇന്നത്തെ സ്പോൺസേഴ്സിനെ അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ ഒക്ടോബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി സ്റ്റോപ്പ്, നിലമ്പൂർ. ഊട്ടി കാലിക്കറ്റ് റോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഒക്ടോബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, തൃശൂർ. ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്, താനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. വേറെ എങ്ങും പോകാറില്ല. തനിക്ക് സ്വന്തമായിട്ട് കുറച്ച് റബ്ബർ തോട്ടമുണ്ട്. അവിടെ താൻ തന്നെയാണ് സ്വന്തമായിട്ട് ടാപ്പിംഗ് ഒക്കെ നടത്തുന്നത്. മുതലാളി തന്നെ തൊഴിലാളിയുമാണ്. പറഞ്ഞത് ഇങ്ങനെയാണ്, 2 മാസങ്ങൾക്ക് മുൻപ് തനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ബ്രദറിൻ്റെ ഭാര്യ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ആളാണ്. പക്ഷേ തന്നെ കൂടെ നിർബന്ധിച്ച് ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ താൻ ടാപ്പിങ്ങിന് വേണ്ടി പോയാൽ കൃത്യം 7 മണിയാകുമ്പോഴേക്കും ഭാര്യ വിളിച്ചു വരുത്തും. 7 മണിക്ക് വീട്ടിൽ തിരിച്ചു വരണം ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം എല്ലാ ദിവസവും കാണും. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ താൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഈ ബ്ലീഡിങ് വന്നപ്പോൾ സംഭവിച്ചത്, ഒറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ബ്ലീഡിങ് വന്നു. അപ്പോഴപ്പോൾ തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് ഒരു തോന്നൽ വരിക. അങ്ങനെ തോന്നുമ്പോഴൊക്കെ ടോയ്ലറ്റിൽ പോയാൽ ബ്ലഡ് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോഴേക്കും വല്ലാത്ത ഭയമായി. ബ്രദർ പറഞ്ഞത്, ക്യാൻസർ ആണോ, വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആകുലതയായി. അങ്ങനെ ഇരിക്കുമ്പോൾ പതിവ് പോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിൻ ബ്രദർ അന്നത്തെ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്,
നിങ്ങളുടെ രോഗം എന്തു തന്നെയായാലും ഓക്കെ, ഇപ്പോൾ തന്നെ ടി വിയിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ തൻ്റെ കൈകൾ ടി വിയിലോട്ട് നീട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഓക്കെ. ബ്രദർ പറഞ്ഞത് ആ നിമിഷം വരെ ഒരു 3-4 പ്രാവശ്യം പോയി വന്നു കഴിഞ്ഞു ടോയ്ലറ്റിൽ. ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആ സമയം തന്നെ, ആ സെക്കൻഡിൽ തന്നെ തൻ്റെ രോഗം മാറിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തോന്നൽ പിന്നെ ഇല്ല അവിടെ. അങ്ങനെ ടോയ്ലറ്റിൽ പോകാനും തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എത്ര നാൾ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്? ഏകദേശം 2 മാസമായി. 2 മാസത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അതെ. അതിനുശേഷം പിന്നെ നോർമലാ. അന്ന് അവിടെ ഫുൾ സ്റ്റോപ്പ് അടിച്ചു. അതിനുശേഷം പിന്നെ ഇത് വന്നിട്ടില്ല. കർത്താവിനെ സൗഖ്യമാക്കാൻ ഒരൊറ്റ സെക്കൻഡ് മതി. വിശ്വസിക്കാമോ സഹോദരിമാരെ, സഹോദരന്മാരെ? തന്നെയുമല്ല, ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ മകൾക്ക് വേണ്ടി യേശു കർത്താവ് ചെയ്തത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ബാംഗ്ലൂരിൽ പഠിക്കുവാണ് താൻ. ബാംഗ്ലൂർ വെച്ച് തനിക്ക് ഡെങ്കിപ്പനി പിടിപെട്ടു. ബാംഗ്ലൂരിൽ ഒരു 4 ദിവസം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇത് ഡെങ്കി ഫീവർ ആണെന്ന് മനസ്സിലായത്. ഓക്കെ. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാം, അതിൻ്റെ കുഴപ്പം എന്ന് പറയുന്നത് ബ്ലഡ് കൗണ്ട് ഡൗൺ ആയി പോകും. അവിടെ നിന്നും ഇവർ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ലോക്കൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് വളരെ അപകടമാണ്, കുറഞ്ഞു തന്നെ പോവുകയാണ്, നിങ്ങൾ വേഗം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ഇവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. അവിടെ ഡോക്ടറെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു, അന്ന് ചെക്ക് ചെയ്തപ്പോഴേക്കും ഏകദേശം 20,000-ൽ താഴെയായിരുന്നു കൗണ്ട്. ഓക്കെ. കൂടുന്നുണ്ടായിരുന്നില്ല. അങ്കിളിന് പഴയതുപോലെ ഭയങ്കര പ്രയാസമായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ബ്ലെസ്സിങ് ടുഡേ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേഗം തന്നെ ആ കോൾ സെന്ററിലെ നമ്പർ എടുത്ത് താൻ ഡയൽ ചെയ്തു. അവിടുത്തെ ഒരു പ്രയർ വാരിയറെ കിട്ടി, പ്രാർത്ഥിച്ചു. അവിടുന്ന് തന്നെയുമല്ല, അതേ സമയം തന്നെ കണ്ണൂരുള്ള ഒരു ബ്രദറിന്റെ നമ്പർ ഉണ്ടായിരുന്നു. ആ ബ്രദറിനെയും വിളിച്ചു പ്രാർത്ഥിച്ചു. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇപ്പോൾ തന്നെ ബ്ലഡ് കൗണ്ട് ഉയരാൻ തുടങ്ങും, അങ്കിൾ വേഗം ചെന്ന് ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വളരെ സമാധാനമായി. ഓടിച്ചെന്ന് ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ചെറിയ തരത്തിൽ ബ്ലഡ് കൗണ്ട് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് നല്ല ലക്ഷണമാണ് എന്ന് പറഞ്ഞു. തുടക്കത്തിൽ ചെറിയ രീതിയിൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, പേടിക്കാനില്ല, ഇനി അത് കൂടിക്കോളും എന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ 2 അത്ഭുതങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കും. Bring an example in front of you. നിങ്ങളുടെ മുൻപിൽ ഒരു ഉദാഹരണത്തെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This is from Mark chapter 5. മാർക്കോസിന്റെ സുവിശേഷം 5 verse number 1. They went across the lake to the region of the Gerasenes. അവർ കടലിന്റെ മറുകരയിലുള്ള ഗെരസേന്യരുടെ ദേശത്തേക്ക് പോയി. When Jesus got out of the boat, a man with an impure spirit came from the tombs to meet him. 2 യേശു വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദുരാത്മാവുള്ള ഒരു മനുഷ്യൻ ശവക്കല്ലറകൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നേരെ വന്നു. Now this is a very very interesting story. ഇത് വളരെ വളരെ രസാവഹമായിട്ടുള്ള ഒരു കഥയാണ്. The story of a demon possessed person. ഇവിടെ പൈശാചികമായ ദുരാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയുടെ കഥയാണിത്. Verse number 3. This man lived in the tombs and no one could bind him anymore, not even with a chain. ഈ മനുഷ്യൻ കല്ലറകളിലാണ് പാർത്തിരുന്നത്, ചങ്ങല കൊണ്ടുപോലും ആർക്കും അയാളെ ബന്ധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. For he had often been chained hand and foot, but he tore the chains apart and broke the irons on his feet. പലപ്പോഴും അയാളുടെ കൈകാലുകൾ ചങ്ങല കൊണ്ടും വിലങ്ങ് കൊണ്ടും ബന്ധിച്ചിരുന്നുവെങ്കിലും അയാൾ ചങ്ങല വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങ് ഉരുമ്മി ഒടിച്ച് കളയുകയും ചെയ്തിരുന്നു. അയാളെ ആർക്കും കീഴടക്കുവാൻ കഴിഞ്ഞില്ല. That thing is very very important. No one was strong enough to subdue him. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയാളെ ആർക്കും കീഴടക്കുവാൻ കഴിഞ്ഞില്ല.
Listen to that. No one in that region was strong enough to bind him, to subdue him. He was so powerful. നോക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ദേശത്തുള്ള ഒരാൾക്ക് പോലും ഈ ദുരാത്മാവ് ബാധിച്ച വ്യക്തിയെ ഒന്ന് ബന്ധിക്കുവാനോ തടയുവാനോ കീഴടക്കുവാനോ സാധിച്ചിരുന്നില്ല. Actually, that was not his muscle power. അത് യഥാർത്ഥത്തിൽ അയാളുടെ പേശി ബലം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. It was the power of the unclean spirits in him. പകരം അവന്റെ അകത്ത് വസിക്കുന്ന ദുരാത്മാവിന്റെ ശക്തിയാലാണ് അവനത് സാധിച്ചത്. And number 5, night and day among the tombs and in the hills he would cry out and cut himself with stones. രാവും പകലും കല്ലറകൾക്കിടയിലും കുന്നുകളിലും നിന്ന് അയാൾ നിലവിളിക്കുകയും കല്ലുകൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു പോന്നു. So he was causing a terror in that area. ആ ഏരിയയിലെല്ലാം ഒരു വലിയ ഒരു തീവ്രവാദിയെ പോലെ തന്നെ ആയിരിക്കുകയാണ്. When I am speaking this, maybe some characters are coming into your mind, in your place. Maybe somebody, a mental patient or a Brahman, crying out and making a scene in your area. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ഇതുപോലെ മാനസിക രോഗമുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള ആരുടെയെങ്കിലും രൂപമോ ഭാവമോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടായിരിക്കും. Now verse number 6. ആറാമത്തെ വചനം. When he saw Jesus from a distance, he ran and fell on his knees in front of him. 6 യേശുവിനെ ദൂരത്ത് നിന്ന് തന്നെ കണ്ടിട്ട് അയാൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി. Hallelujah. ഹല്ലേലൂയ. Jesus didn't do anything here. യേശു കർത്താവ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. Jesus didn't attack this person. ഈ മനുഷ്യനെ യേശു കർത്താവ് എതിരിട്ടിട്ടില്ല. Do you know one thing? എന്താ സംഭവിച്ചത്? Demon spirits can recognize the presence of Jesus very quickly. പൈശാചിക ആത്മാക്കൾക്ക് യേശുവിന്റെ സാന്നിധ്യത്തെ വളരെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. Did you listen to that? നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേട്ടുവോ? Demon spirits shudder in their shoes when they see Jesus. യേശുവിനെ കാണുന്ന മാത്രയിൽ ദുരാത്മാക്കൾ അവരുടെ മുട്ട് വിറയ്ക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. See, that powerful is our Jesus. അത്രയും ശക്തിമാനാണ് നമ്മുടെ യേശു എന്നുള്ളത്. Verse number 7 says, he shouted at the top of his voice, what do you want with me, Jesus, Son of the Most High God? In God's name, don't torture me. 7ാമത്തെ വചനം, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, എന്നോട് അങ്ങേക്ക് എന്ത് കാര്യം? ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, എന്നെ പീഡിപ്പിക്കരുതേ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. And then verse number 8 says, for Jesus had said to him, come out of this man, you impure spirit. 8ാമത്തെ വചനം, ദുരാത്മാവേ, ഇവനിൽ നിന്ന് പുറത്തു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. One thing I want to highlight here is this. ഇവിടെ ഒരു കാര്യം ഉയർത്തി കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Words of Jesus have power in them. ഓർക്കുക, യേശുവിന്റെ വാക്കുകൾക്കകത്ത് ശക്തിയുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകളിൽ ശക്തിയുണ്ട്. ഒന്നുകൂടെ പറയാമോ? യേശുവിന്റെ വാക്കുകളിൽ ശക്തിയുണ്ട്. The Bible that you carry with you is full of the word of God. നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന ബൈബിൾ എന്നുള്ളത് ദൈവവചനത്താൽ നിറഞ്ഞിരിക്കുന്നതാണ്. And what you listen to tonight is the word of God. എന്ന് മാത്രമല്ല, ഇന്ന് രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ദൈവത്തിന്റെ വചനമാണ്. And the words of Jesus carry power and authority. ദൈവത്തിന്റെ വചനം അധികാരത്തെയും ശക്തിയും വഹിക്കുന്നതാണ്. When Jesus' words come forth, it carries power to deliver people and also to heal people. ഓർക്കുക, യേശുവിന്റെ വചനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് ജനങ്ങളെ വിടുവിക്കുന്നു, ജനങ്ങളെ അത് സൗഖ്യമാക്കുന്നു. When people listen to Blessing Today TV program, ജനങ്ങൾ ബ്ലെസ്സിംഗ് ടുഡേ ടിവി പ്രോഗ്രാം the ശ്രദ്ധിക്കുമ്പോൾ word of God is healing so many masses. ഓർക്കുക, ഒത്തിരി ജനക്കൂട്ടത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഇറങ്ങിച്ചെല്ലുകയാണ്. It is not because I am preaching it or she is preaching it. It is because they are the words of Jesus. അത് ഒരിക്കലും ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടോ ഇവൾ പ്രസംഗിക്കുന്നത് കൊണ്ടോ അല്ല സംഭവിക്കുന്ന, പകരം ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് കൊണ്ടാണ് വിടുതൽ സംഭവിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Praise God. Praise God.
in the book of Psalms, it is said that he sent forth his word and healed them. ആ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ എങ്ങനെ പറയുന്നു? അവൻ വചനം അയച്ച് തന്റെ ജനത്തെ സൗഖ്യമാക്കുന്നു. Hallelujah. Hallelujah. So tonight the word of God is coming forth. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. It can heal people. ഇത് ജനങ്ങളെ സൗഖ്യമാക്കാൻ It സാധിക്കും. can take people out of prisons and jails. അതുപോലെ തടവറയിൽ നിന്ന് ജയിലുകളിൽ നിന്ന് ജനങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവവചനത്തിന് സാധിക്കും. The word of God is so powerful. ദൈവത്തിന്റെ വചനം അതിശക്തിമത്താണ്. Jesus did not fight with the demon spirits. ഇവിടെ ദുരാത്മാവിനോട് യേശു കർത്താവ് ഒരിക്കലും യുദ്ധം ചെയ്യുന്നില്ല. But Jesus simply said, go out of that man. എന്നാൽ യേശു കർത്താവ് വളരെ ചുമ്മാ പറയുക, ഇവനിൽ നിന്ന് പുറത്തു പോവുക. And all the demons are getting ready. They are packing their bags to go out of this man. ഇപ്പോൾ അവന്റെ അകത്ത് വസിക്കുന്ന എല്ലാ പൈശാചികാത്മാക്കളും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെളിയിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. Verse number 9, then Jesus asked him, what's your name? My name is Legion, he replied, for we are many. 9ാമത്തെ വചനത്തിലേക്ക് നോക്കുക. പിന്നെ യേശു അയാളോട് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. എന്റെ പേര് ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു, അയാൾ ഉത്തരം പറഞ്ഞു. Actually the word legion is not a name, it's a number. ലെഗ്യോൻ എന്ന് പറയുന്നത് ഒരു പേരല്ല, അത് അക്കത്തെ സംഖ്യയെ കാണിക്കുന്ന വാക്കാണ്. Because that was a group of Roman soldiers. അത് ഒരു കൂട്ടം റോമൻ പടയാളികളുടെ എണ്ണത്തെ കാണിക്കുന്ന വാക്കാണത്. Around 6,000. ഏതാണ്ട് 6000 So എണ്ണം. this man was carrying around 6,000 demons in him. ഇപ്പോൾ ഈ മനുഷ്യൻ ചുമന്നുകൊണ്ട് നടക്കുന്ന 6000 ദുരാത്മാക്കളെയാണ്. Now verse number 10, then and he begged Jesus again and again not to send them out of the area. തങ്ങളെ ആ പ്രദേശത്ത് നിന്ന് പറഞ്ഞയക്കരുതെന്ന് അയാൾ യേശുവിനോട് കേണപേക്ഷിച്ചു. And all the demons, you know the story, started begging, pleading him to send them to a group of a herd of pigs. അത് അടുത്തുള്ള കഥയൊക്കെ നിങ്ങൾക്കറിയാം. ഈ എല്ലാ ദുരാത്മാക്കളും കൂടെ അടുത്തുള്ള ഒരു പന്നിക്കൂട്ടത്തിനിടയിലേക്ക് പോകുവാനായിട്ട് അപേക്ഷിച്ചു. And finally Jesus gave permission for that. ഒടുവിൽ യേശു കർത്താവ് അതിനുള്ള അനുവാദം നൽകി. All the 6,000 demons came out and entered the pigs, and all the pigs went through the cliff and they were drowned in the sea. അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ 6000 പൈശാചിക ആത്മാക്കൾ പന്നിക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ പന്നിക്കൂട്ടങ്ങളെല്ലാം മലഞ്ചെരിവിലൂടെ പാഞ്ഞ് അടുത്ത് അവിടെയുള്ള ഒരു കടലിടുക്കിലിടയിലൂടെ പോയി കടലിൽ മുങ്ങി ചത്തു എന്നാണ് വായിക്കുന്നത്. And verse number 18, I'm skipping a few verses. ഞാൻ അവിടെയുള്ള ചില വാക്യങ്ങൾ വിടുകയാണ്. എന്നാൽ 18ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ Listen to this. As Jesus was getting into the boat, the man who had been demon possessed begged to go with him. യേശു വഞ്ചിയിൽ കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ അദ്ദേഹത്തോടൊപ്പം പോകുവാൻ അനുവാദം ചോദിച്ചു. It took only a few moments for Jesus to take this man out of the demon's prisons. ഓർക്കുക, പൈശാചികമായ തടവറയിൽ കിടന്നിരുന്ന ഒരു മനുഷ്യനെ അതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് യേശുവിന് വേണ്ടി വന്നത് ചില നിമിഷങ്ങൾ മാത്രമായിരുന്നു. For many years this man was in the prison set by demon spirits. ഓർക്കുക, പൈശാചിക ആത്മാവിനാൽ നിർമ്മിക്കപ്പെട്ട തടവറയ്ക്കുള്ളിലായിരുന്നു അനേക വർഷങ്ങളായി ഈ മകൻ പാർത്തിരുന്നത്. He had his family. അദ്ദേഹത്തിന് തന്റെ കുടുംബമുണ്ടായിരുന്നു. Maybe he had his parents. അദ്ദേഹത്തിന് മാതാപിതാക്കൾ ഉണ്ടായി കാണാം. Maybe he had a wife and children. അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഉണ്ടായി കാണാം. But he was not at all living in his house. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭവനത്തിലല്ല അദ്ദേഹം താമസിച്ചിരുന്നത്. He went out of the house and today he is living in a cemetery. ഇപ്പോൾ നോക്കുക, അദ്ദേഹം വീട്ടിൽ നിന്ന് ഭൂതഗ്രസ്തനായി പുറത്തു വന്ന് കല്ലറകൾക്കുള്ളിലാണ് താൻ താമസിക്കുന്നത്. See, the tombs were his bedroom. ഇപ്പോൾ തന്റെ കല്ലറയാണ് തന്റെ ബെഡ്റൂമായി തീർന്നിരിക്കുന്നത്. And nobody could pass that way. ആ ശവക്കല്ലറയ്ക്ക് അരികിലൂടെ ആരും തന്നെ കടന്നു പോകുന്നില്ല. But when Jesus came, എന്നാൽ യേശു കർത്താവ് വന്നപ്പോൾ do you know what happened? എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. Within a few moments Jesus took him out
of that cage. ഓർക്കുക, ആ വലിയ ഗുഹയ്ക്കകത്ത് നിന്നുകൊണ്ട്, കല്ലറയ്ക്കകത്ത് നിന്നുകൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ യേശു അവനെ And പുറത്തെടുത്തു. if you look around, നിങ്ങൾ ചുറ്റുവട്ടം നോക്കിയാൽ so many people are like this. ഒത്തിരി ആളുകളും ഇതുപോലെ തന്നെയാണ്. They have problems in the family. അവരുടെ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ. They don't want to go to their houses. അവർക്ക് ഒരിക്കലും അവരുടെ വീടുകളിലേക്ക് പോകുവാൻ ഇഷ്ടമില്ല. Some husbands, they don't want to go to their wives. ചില ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പോകാൻ ഇഷ്ടമല്ല. Some demons are taking them away from them. ചില പൈശാചിക ആത്മാക്കൾ അവരിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുകയാണ്. If you study the rest of the story, അടുത്ത കഥയുടെ ഭാഗം നിങ്ങൾ പഠിച്ചാൽ, this man pleaded with Jesus to go with him. ഈ മനുഷ്യൻ യേശുവിന്റെ കൂടെ പോകുവാനായിട്ട് താൻ കേണപേക്ഷിക്കുകയാണ്. But Jesus did not allow him. പക്ഷേ യേശു അത് അനുവദിക്കുന്നില്ല. Instead, Jesus said, "Go home to your own people and tell them how much the Lord has done for you." എന്നാൽ യേശു പറയുന്നത് നോക്കിക്കേ, നീ വീട്ടിലേക്ക് പോയി കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്നും നിന്നോട് എങ്ങനെ കരുണ കാണിച്ചുവെന്നും അവിടെയുള്ളവരോട് പറയുക എന്ന് പറഞ്ഞു. And what did the man do? എന്താണ് ഈ മനുഷ്യൻ ചെയ്തത്? Verse number 20, so the man went away and began to tell in Decapolis how much Jesus had done for him, and all the people were amazed. 20-ാമത്തെ വചനം, ആ മനുഷ്യൻ പോയി യേശു തനിക്ക് ചെയ്തതെല്ലാം ദെക്കപ്പൊലിയിൽ അറിയിച്ചും ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. Decapolis means 10 cities. ദെക്കപ്പൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പട്ടണങ്ങൾ എന്നാണ് അർത്ഥം. This man, after receiving the deliverance from Jesus, city after city, he went around and testified to the Lord. ഇപ്പോൾ യേശുവിൽ നിന്ന് വിടുതൽ ലഭിച്ചു കഴിഞ്ഞ ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത് പട്ടണങ്ങൾ തോറും നടന്ന് 10 പട്ടണങ്ങളിലൂടെ നടന്ന് യേശു തനിക്ക് ചെയ്ത അത്ഭുതത്തെ വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. He became a witness of Jesus. യേശുവിന്റെ ഒരു വലിയ സാക്ഷിയായി ഈ മനുഷ്യൻ മാറി. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ ഒക്ടോബർ 16 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണിവരെ. OCK ഓഡിറ്റോറിയം, കോടതിപ്പടി സ്റ്റോപ്പ്, നിലമ്പൂർ. ഊട്ടി കാലിക്കറ്റ് റോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ ഒക്ടോബർ 17 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണിവരെ. ടൗൺ ഹാൾ, തൃശൂർ. നമുക്ക് ഈ സമയത്ത്, ഈ പ്രാർത്ഥനാ സമയത്ത് എല്ലാവർക്കും ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് വാത്സല്യമുള്ള, സ്നേഹമുള്ള ഒരു പിതാവായതുകൊണ്ട് അവൻ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉത്തരം നൽകും. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളിൽ 1200-ലധികം എപ്പിസോഡുകളിലൂടെ പ്രാർത്ഥനാ സമയത്ത് ലോകമെമ്പാടുമുള്ള ദശലക്ഷങ്ങളെ അനുഗ്രഹിച്ച കർത്താവ്, ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ലോകമെമ്പാടും അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണം. ആസ്മ രോഗമുള്ള പലരും ഇപ്പോൾ സൗഖ്യമാകും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ദൈവികമായൊരു സൗഖ്യം ഇപ്പോൾ അവരിൽ കർത്താവ് പകരുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. അതുപോലെ കിഡ്നികൾ, കരൾ, ലിവർ, ഇതിൻ്റെ മേലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. കരളിനകത്തുള്ള ചില സിസ്റ്റുകൾ, ട്യൂമറസ് ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ ഡിസപ്പിയർ ചെയ്യട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവികമായ വിടുതൽ എല്ലാ വ്യക്തികളും കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വിട്ടുമാറാത്ത തലവേദന മാറിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ ഓവറിയിലുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കുഞ്ഞുങ്ങളുണ്ടാകുന്ന തടസ്സമായ സകലവും മാറിപ്പോകട്ടെ. ക്യാൻസർ, ഏത് രീതിയിലുള്ള ക്യാൻസർ ആയാലും സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. അസ്ഥികൾക്കകത്തുള്ള തകരാറ്, ബോൺ മാരോ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ പ്രയാസമോ രോഗമോ എന്താണെങ്കിലും
ഒരു സാമ്പത്തിക പ്രശ്നമാകാം, ദാമ്പത്യ പ്രശ്നമാകാം, ഈ സമയത്ത് ടി വി സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതലുകൾ കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. കർത്താവെ ഓരോ വ്യക്തിക്ക് ആവശ്യമുള്ള കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നും നാളെയും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഉണ്ടാക്കിയാണ്. ഇന്ന് നിലമ്പൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നാളെ തൃശ്ശൂരിലേക്ക് സ്വാഗതം. ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മതി ജീവിതം പാടെ മാറി മറിയുവാൻ. യേശു കർത്താവ് വിപ്ലവകരമായ പലതും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. സോ പ്ലീസ് ഡു കം. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ഡയറി, വിന്നേഴ്സ് ഫാക്ടറി, ആശിഷമാരി, സോങ് ബുക്സ് തുടങ്ങിയ സെർമൺ നോട്ട് കീപ്പർ, ഇതെല്ലാം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ കരസ്ഥമാക്കാം. അതല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. മാത്രമല്ല എല്ലാ ഞായറാഴ്ചകളിലും കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്ന് നൽകപ്പെടുന്ന വചന സന്ദേശവും രോഗസൗഖ്യ പ്രാർത്ഥനകളെല്ലാം ലോകമെമ്പാടും അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും ജനങ്ങൾ അനേകർ വന്ന് ദൈവത്തെ ആരാധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിലേക്ക് വരാം. നിങ്ങളെല്ലാവരും അതിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസ്സിങ് സെൻറ്റർ ഏതാണെന്നറിയാൻ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. കർത്താവ് ഒത്തിരി ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ കേട്ട സന്ദേശത്തിന് തുടർച്ച തിങ്കൾ മുതൽ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. തിങ്കളാഴ്ചത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.